നീ ആ മെയിലും ചെക്ക് ചെയ്തേ. ഞാൻ നോക്കാം. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയതാ. 6 മാസം കൂടി ആയില്ല, അപ്പോഴേക്കും ഇതിന്റെ ലെൻസും മങ്ങി ഫ്രെയിമും ഡാമേജ് ആയി. പക്ഷെ അമ്മയുടെ കണ്ണട ഇപ്പോഴും എത്ര പെർഫെക്റ്റാ. ഞങ്ങള് കൊച്ചിക്കാർക്കേ കണ്ണട എന്നാൽ അത് ജെസൽ ഒപ്റ്റിക്കൽസാ. മറ്റെന്തും വാങ്ങും പോലെ കണ്ണട വാങ്ങാമെന്ന ധാരണ നീ മാറ്റണം. ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ പാരമ്പര്യം, വിശ്വാസ്യത ഇതെല്ലാം പ്രധാനമാണ്. എന്റെ അച്ഛനാണ് എന്നെ ജെസൽ ഒപ്റ്റിക്കൽസിൽ ആദ്യമായി കൊണ്ടുപോയത്. മോളെ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ എല്ലാ ബ്രാൻഡുകളും അവിടെ കിട്ടുമോ? 2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജെസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജെസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജെസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്ക് ജീവനക്കാരെ അനുമോദിച്ചു. പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്ക് ജീവനക്കാരെ അനുമോദിച്ചു. നിക്ഷേപ സമാഹരണത്തിൽ കോതമംഗലം താലൂക്കിൽ ഇതര വിഭാഗത്തിൽ ഇത്തവണ 1ാം സ്ഥാനം നേടിയത് പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്കായിരുന്നു. നിക്ഷേപ സമാഹരണത്തിൽ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നതിനായി പ്രവർത്തിച്ച ജീവനക്കാർക്കായി വാരപ്പെട്ടിയിലെ ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന യോഗം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MM അലിയാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രജീഷ് അനുമോദന സന്ദേശം നൽകി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PN വിജയൻ കുഞ്ഞ്, എൽദോസ് കുരുട്ടുകുളം, ചോൽ CJ, സീന എൽദോസ്, ബീന ചന്ദ്രശേഖരൻ നായർ, സെക്രട്ടറി ഷിഹാബ് PS തുടങ്ങിയവർ സംസാരിച്ചു. വളരെ വർഷങ്ങളായി നമ്മുടെ സ്നേഹിതൻ സർക്കിൾ സെക്രട്ടറി ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ ശിവൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ചെയർമാൻ ബാങ്കിൻ്റെ പ്രസിഡന്റ്, നിരവധിയായ മേഖലകളെ വഹിച്ചിട്ടുള്ള ആളാണ്, പ്രത്യേകിച്ച് സഹകരണ രംഗത്ത്. പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ സ്നേഹം നിറഞ്ഞ സെക്രട്ടറി അടക്കമുള്ള പ്രിയപ്പെട്ട ഉപയോഗിക്കുന്ന ബോർഡംഗങ്ങളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഞാൻ കൂടുതലായി ലഭിക്കുന്നില്ല. സഹകരണ മേഖലയിൽ ഏറ്റവും എടുത്തു പറയുന്ന തരത്തിൽ പ്രിയപ്പെട്ട ചെയർമാൻ വളരെ വിശദമായി സംസാരിക്കുന്നു. ഒരു 1.5 മണിക്കൂർ മുമ്പ് ഈ പ്രായത്തിൻ്റെ ആളുകൾ ബാങ്കിൽ തന്നെ കാര്യത്തെ കൂടി ഞങ്ങളും സംസാരിക്കുന്നില്ല. അത് തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് 0 ബാലൻസ് അക്കൗണ്ട്, ഒരു പൈസയില്ല. വേറെ ഒരു പൈസ ഇല്ലാതെ 10-30 ലക്ഷം രൂപയുടെ പുരട്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാ ബാങ്കിൻ്റെയും സംഘത്തിൻ്റെയും പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും വിളിച്ചു നോക്കും. നമ്മൾ നേരെ പദ്ധതി കിട്ടും. ഞങ്ങൾ ശ്രമിക്കും. എല്ലാവരും പൂർണ്ണമായി ശ്രമിക്കും. ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പൂർണ്ണമായി ശ്രമിച്ചു. ഇപ്പോൾ നമുക്ക് മനോഹരമായ ഒരു ഓഫീസ് ഏറെ അത് സ്മാർട്ട് ക്ലാസ് റൂമാക്കുക. സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ 10 സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 1 പോകുന്നു. നമുക്ക് ഒരു 5 ലക്ഷം രൂപ ആ മുകളിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമാക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് ഫണ്ടും കൂടി നമ്മളും കൂടി എടുത്ത് ഒരു 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂം. ഈ സർക്കിൾ സഹകരണ യൂണിയൻ എന്ന് പറഞ്ഞ പ്രത്യേക ഇതൊന്നുമില്ല. ഈ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ബോർഡ് മെമ്പർമാർക്കും ജീവനക്കാർക്കും അത്യാവശ്യം വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത് കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഒരു 19 അത് തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് 0 ബാലൻസ് അക്കൗണ്ട്, ഒരു പൈസയില്ല. വേറെ ഒരു പൈസ ഇല്ലാതെ 10-30 ലക്ഷം രൂപയുടെ പുരട്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാ ബാങ്കിൻ്റെയും സംഘത്തിൻ്റെയും പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും വിളിച്ചു നോക്കും. നമ്മൾ നേരെ പദ്ധതി കിട്ടും. ഞങ്ങൾ ശ്രമിക്കും. എല്ലാവരും പൂർണ്ണമായി ശ്രമിക്കും. ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പൂർണ്ണമായി ശ്രമിച്ചു. ഇപ്പോൾ നമുക്ക് മനോഹരമായ ഒരു ഓഫീസ് ഏറെ
സ്മാർട്ട് ക്ലാസ് റൂമാക്കുക. സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ 10 സർക്കാർ സഹകരണ യൂണിയനെ തെരഞ്ഞെടുപ്പിൽ ഒന്ന് പോകുന്നു. നമുക്ക് ഒരു 5 ലക്ഷം രൂപ ആ മുകളിലുള്ള ഇതിന് സ്മാർട്ട് ക്ലാസ് റൂമാക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ വിധിച്ചിട്ടുണ്ട്. കുറച്ച് ഫണ്ടും കൂടി നമ്മളും കൂടി എടുത്ത് ഒരു 5-8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂം. ഈ സർക്കാർ സഹകരണ യൂണിയൻ എന്ന് പറഞ്ഞ പ്രത്യേക ഇതൊന്നുമല്ല. ഈ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ബോർഡ് മെമ്പർമാർക്കും ജീവനക്കാർക്കും അത്യാവശ്യം വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 19 തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.